സാറ് ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി ഒരു 59കാരനായ യുവാവാണ്. അതെ, 59 വയസ്സാണ്, പക്ഷെ യുവാവാണ്. അദ്ദേഹമായിരിക്കും ഇനി ഭാവി പ്രധാനമന്ത്രി എന്ന് കോൺഗ്രസ് പറയുന്നതിന്. ഇപ്പോൾ എന്തായാലും ആ പരിഹാസം അമിത്ഷാ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അമിത്ഷാ പറയുന്നത് 54കാരനായ യുവാവിന് ഭരണഘടനയെ കുറിച്ചൊന്നും അറിയില്ല. 54 59 അടുത്ത 5 വർഷം കഴിയുമ്പോൾ വീണ്ടും വരുമ്പോ അപ്പോഴതേ യുവാവാണ്. പക്ഷെ 59 വരികയാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അമിത്ഷാ പറയുന്നത് 54കാരനായ യുവാവെന്നാണ്. അദ്ദേഹം എന്തായാലും വലിയ വിമർശനമാണ് യുവാവിനെതിരെ പറയുന്നത്. പക്ഷെ എനിക്കെല്ലാം വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഈ ഇലക്ഷനിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞല്ലോ, ചെറിയ രീതിയിൽ. കാരണം ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് മുമ്പ് ഒരു പപ്പു പരിവേഷം ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി ഒരു നിർണായക രാഷ്ട്രീയ ശക്തി വളർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. പക്ഷെ പിന്നീട് ലോക്സഭയിൽ കണ്ടത് അദ്ദേഹം പഴയ പടി തന്നെ, ഒരു മാറ്റവുമില്ല. ഏകലവ്യനെ കുറിച്ച് പറയുന്നു, അത്തരം മണ്ടത്തനങ്ങൾ ആവർത്തിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് കൂട്ടായി പ്രിയങ്ക ഗാന്ധിയുമുണ്ട്. പ്രിയങ്ക ഗാന്ധിയോട് പറഞ്ഞ് നിങ്ങൾ BJPക്കെതിരെ ആഞ്ഞടിക്കാൻ പറഞ്ഞു. അങ്ങനെ ആഞ്ഞടിച്ചപ്പോൾ അടികൊണ്ടത് സ്വന്തം മുഖ്യമന്ത്രിയായ ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിക്കാണ്. ഈ അടിയേറ്റ് അദ്ദേഹം പരിക്കേറ്റ് കിടക്കുകയാണ്. കാരണം ആകെ ഉത്തരേന്ത്യയിലുള്ളത് ഒരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഈ അടിയോടുകൂടി, കന്നിപ്രസംഗത്തോടുകൂടി മിക്കവാറും അവിടെ അധികാരത്തിൽ നഷ്ടമാകും. ജനങ്ങൾ തിരിച്ചറിയുകയാണല്ലോ. എന്തായാലും നാം രാഹുലിലേക്ക് വന്നാൽ ഈ 54കാരനായ യുവാവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഞാൻ കണ്ട ഒരു കമന്റ് പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് കന്നി കൂടി വന്ന കമന്റ് ഇങ്ങനെയാണ്: വയനാടിന് ഏറ്റ ഏറ്റവും വലിയ ദുരന്തം. അതായത് പുഞ്ചിരിമേട്ടിലെ ഉരുൾപൊട്ടലല്ല, ഇത്രയും പേരെ മണ്ണിനടിയിൽ ജീവച്ഛവങ്ങളായിട്ട് തന്നെ അവശേഷിപ്പിക്കുക, ആ ദുരന്തമല്ല. അതിനേക്കാൾ വലിയ ദുരന്തമാണ് പ്രിയങ്ക ഗാന്ധി. ഇന്ത്യയുടെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ കുറിച്ച് പോലും അറിയാത്ത ആൾ. രാഹുൽ ഗാന്ധി പപ്പു, വീണ്ടും പപ്പുവായി. അതോടൊപ്പം തന്നെ ഇതിലൊരു സീരിയസ് ആയിട്ടുള്ള കാര്യമില്ലേ സാർ, ഇപ്പൊ വയനാട് ദുരന്തത്തെ കുറിച്ച് പരാമർശിച്ചത് കൊണ്ടാണ് തന്റെ പ്രസംഗത്തിൽ ഈ ദുരന്തത്തെ കുറിച്ച് അവർ പരാമർശിച്ചിട്ടില്ല. കേന്ദ്രത്തിന്റെ സഹായം ആവശ്യപ്പെടുകയോ കേന്ദ്രത്തിന്റെ അവഗണനയോ അവിടെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ നാം ഈ ചർച്ചയിൽ പറയാനുള്ള. അവർ പോയി അമിത്ഷായെ കണ്ടിരുന്നു എന്നുള്ളത് സത്യമാണ്. ചർച്ച നടത്തേണ്ട ലോക്സഭയിലാണല്ലോ ചർച്ച നടന്ന. ആ സഭയിൽ പറയേണ്ട കാര്യങ്ങൾ അവർ പറഞ്ഞില്ല. ലോക്സഭയിൽ ഇത് അവതരിപ്പിക്കാമായിരുന്നു. മന്ത്രിയെ കണ്ട് നമ്മൾ ചർച്ച നടത്തുന്നു. ലോക്സഭയുടെ റെക്കോർഡിൽ ഇത് വരുന്നത് രണ്ട് കാര്യങ്ങളാണ്. അതിന് എന്തെങ്കിലും പ്രതികരിക്കാതിരിക്കാൻ അവർക്ക് പറ്റില്ല, ലോക്സഭയ്ക്ക് പറ്റില്ല. അതിന് മന്ത്രി അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. ഉത്തരവാദിത്വം, അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരും. അതൊന്നും ചെയ്യാതെ കണ്ട് വെറുതെ ഇങ്ങനെ പ്രസംഗം നടത്തി സെൽഫ് ഗോൾ അടിക്കുക. അതാണ് വളരെ പ്രതീക്ഷയുണ്ടായിരുന്ന പ്രിയങ്ക ഗാന്ധിയും ചെയ്തത്. അപ്പോൾ രാഹുൽ ഗാന്ധിയേക്കാൾ ഒട്ടും മോശമല്ല. ഇനി വള്ളക്കാരൻ്റെ ഒരു കഥ കേട്ടിട്ടുണ്ടോ? വള്ളക്കാരൻ പതിവായിട്ട് മുട്ടറ്റം വെള്ളത്തിൽ കൊണ്ടുവന്ന് ആൾക്കാരെ ഇറങ്ങും. ഇപ്പോൾ തുണിയെല്ലാം നനഞ്ഞ ആൾക്കാരെ ശപിച്ചുകൊണ്ട് ദൈവമേ ഇയാളങ്ങ് പോയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് അയാൾക്കൊരു ദുഷ്പേരുണ്ടാക്കി. അപ്പോൾ ഇയാൾ മരിക്കാൻ നേരത്ത് മോനോട് പറഞ്ഞ് എൻ്റെ ദുഷ്പേരൊന്ന് മാറ്റി ഒരു സൽപ്പേരാക്കിയിട്ടേ നീ പോകാവൂ. അപ്പോൾ മോൻ പിറ്റേന്ന് ഇത് ഊന്നാൻ തുടങ്ങി, വള്ളത്തിൽ ഊന്നാൻ തുടങ്ങി. അങ്ങനെ ഊന്നി ആൾക്കാരെ കൊണ്ടുവന്ന് ഇദ്ദേഹം അരയേറ്റം വെള്ളത്തിലെന്ന് ഇറക്കി. അയ്യോ ദൈവമേ, പഴയ ആൾ മതിയായിരുന്നു. അദ്ദേഹം മുട്ടറ്റമേ നനയ്ക്കുമായിരുന്നു. ഈ മനുഷ്യൻ വന്ന് അരയേറ്റം നനയ്ക്കുക, എന്തു ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് സൽപ്പേരുണ്ടാക്കി കൊടുത്തു. അതിനാണോ ഇനി പ്രിയങ്ക ഗാന്ധി ഇങ്ങനെയൊക്കെ വിഡിതങ്ങൾ വിളമ്പിയത് പാർലമെന്റിലെ കന്നിപ്രസംഗം, പ്രതീക്ഷയോട് നോക്കുന്ന പ്രസംഗത്തിൽ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ രാജീവ് ഗാന്ധി എത്ര ഭേദമായിരുന്നു അദ്ദേഹത്തിൻ്റെ കന്യപ്രസംഗത്തിൽ. അതുപോലെ സിഖുകാർക്ക് നൽകിയ മറുപടിയിലൊക്കെ ഇന്ത്യയിലൊരു സിഖ് രാഷ്ട്രം രൂപവൽക്കരിക്കാൻ പോകുന്നില്ല. മഹാറാണ രഞ്ജിത് സിംഗ് സിഖ് രാഷ്ട്രം രൂപീകരിച്ചത് അങ്ങ് പാകിസ്ഥാനിലാണ്, ലാഹോറിലാണ്. ഇന്ത്യയിലും നടക്കില്ല നിങ്ങളുടെ ഈ ഖലിസ്ഥാനൊന്നും എന്ന് തൻ്റെ ഇടമായിട്ട് പറയാൻ. ഒരു പൈലറ്റായിരുന്നു അദ്ദേഹം, ഒരു പരാന്നജീവിയോ രാഷ്ട്രീയ ജീവിയോ ഒന്നും ആയിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം അത്രയും പറഞ്ഞു. അമേരിക്കയിൽ പോയി മൊറാർജി ദേശായി, അദ്ദേഹത്തിനോട് അവിടെ അമേരിക്കക്കാർ ഈ പൈങ്കിളി ചോദിക്കുമല്ലോ പത്രപ്രവർത്തക, ഒരു യുവതിയായ പത്രപ്രവർത്തക ചോദിച്ചു, താങ്കളുടെ മധുവിധു കാലമൊക്കെ കഴിഞ്ഞു, 80 വയസ്സിൽ കൂടുതലുണ്ടെന്ന് പ്രധാനമന്ത്രി മൊറാർജി ദേശായിക്ക്. എങ്കിലും യുവാവിനെ പോലെയാണ് അദ്ദേഹം നടക്കുന്നത്. ആ ശരിയാ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാം, നിങ്ങളുടെ മധുവിധു കാലമല്ലേ. ഈ അമേരിക്കൻ പ്രസ് എന്ന് പറയുന്നത്, ന്യൂയോർക്ക് പ്രസ്,
വാഷിങ്ടൺ പ്രസ് ക്ലബ് അല്ലെ ചോദ്യങ്ങൾ നേരിടാൻ വലിയ പ്രയാസമാണ്. ഈസി ആയിട്ട് മൊറാർജി ദേശായി നേരിട്ടു, ആദ്യമായിട്ട് പ്രധാനമന്ത്രിയായത്. ഇവിടെ പാർലമെൻറ്റ് അവരെയൊന്നും അഭിമുഖീകരിക്കുകയല്ല, പക്ഷെ പാർലമെൻറ്റിൽ മര്യാദയ്ക്കൊരു പ്രസംഗം സഹായിക്കാൻ എത്ര പേരുണ്ട്. കെ സി വേണുഗോപാലിനെ പോലെ ജയറാം രമേശിനെ പോലെ എഴുതി കൊടുക്കാൻ വിനീത വിധേയരായിട്ട് പദസേവ ചെയ്യാനായിട്ട് ഇവരെല്ലാം ഇരിക്കുമ്പോഴാണ് ഒരു രണ്ട് വാക്ക് മര്യാദയ്ക്ക് ഇൻ്റലിജൻ്റായിട്ട് പറയാൻ അറിയാത്ത രണ്ട് മന്ദബുദ്ധികൾ, നെഹ്റു കുടുംബത്തിലെ മന്ദബുദ്ധികൾ. ഭരണഘടനയിൽ എവിടെയും പറഞ്ഞിട്ടില്ല നെഹ്റു കുടുംബം മാത്രമേ എക്കാലവും ഇന്ത്യ ഭരിക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്ത് അവകാശത്തിൻ്റെ പേരില്ല? ബുദ്ധിയില്ല, ഇൻ്റലിജൻസ് ഇല്ല, രാഷ്ട്രീയ തന്ത്രമില്ല. താങ്കൾ പറഞ്ഞല്ലേ ഈ ഭാരത് ജോഡോ യാത്ര. ഭാരത് ജോഡോ യാത്ര നടത്തിയത് ജോർജ് സോറോസിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുക ഓരോന്നായിട്ട്. ജോർജ് സൊറോസുമായിട്ട് ഇവർക്ക് വലിയ കമ്പനിയുണ്ട്, ബന്ധങ്ങളുണ്ട്, സാമ്പത്തിക ബന്ധങ്ങളുണ്ട്. സോണിയാഗാന്ധിയുമായിട്ടും ബന്ധങ്ങൾ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് കഴിഞ്ഞ ദിവസം BJPയുടെ പാർലമെൻറ്റ് അംഗങ്ങൾ പുറത്തു കൊണ്ടുവന്നു. ഒരക്ഷരം ഇതിന് വരെ മറുപടി പറഞ്ഞിട്ടില്ല. ചൈനയുമായിട്ട് കരാറുണ്ടാക്കി, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് കരാറുണ്ടാക്കി, ഇന്ത്യയെ അപായപ്പെടുത്താൻ, ഇന്ത്യയിൽ അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുക ഗാന്ധി ഫാമിലി. അതായത് ഇവിടെ നരേന്ദ്രമോദി ഭരിക്കാൻ പാടില്ല, നെഹ്റു കുടുംബം തന്നെ ആജീവനാന്തം ഭരിക്കണം. അപ്പോൾ ഇവിടെ ഈ ഭർത്താവ് മരിച്ചിട്ടായാലും നാത്തൂൻ്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്ന പോലെ ഇന്ത്യയെ ബ്ലീഡ് ചെയ്തിട്ടായാലും മോദിയുടെ ഭരണത്തിൻ്റെ അന്ത്യം കാണണം എന്നുള്ളൊരു വാശിയോടുകൂടി ഇറങ്ങി പുറപ്പെട്ട് അതിൻ്റെ ഫലമായിട്ട് ഈ പാർലമെൻറ്റ് ജയിച്ചു വന്ന് പാർലമെൻറ്റ് പ്രസംഗം നടത്തുമ്പോഴും അവർ മോഡിയെ ഉന്നം വെച്ച് വയ്ക്കുന്ന വെടി പാഴ്വെടികളായിട്ട് ചെന്ന് തറയ്ക്കുന്നത് നെഹ്റു കുടുംബത്തിൻ്റെ ശിരസിൽ തന്നെയാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ദാരുണമായിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങളും. അതുപോലെ ഭാരത് ജോഡോ യാത്രയുടെ ഫലമായിട്ടാണ് ഈ വോട്ടുകളെല്ലാം സമാഹരിച്ചതെന്ന് ഞാൻ കരുതുന്നില്ല. പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിലാണ് എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ മഹാരാഷ്ട്രയിലും ഈ ഭാരത് ജോഡോ യാത്രയുടെ ഗുണം ഉണ്ടാകേണ്ടതായിരുന്നു, ബംഗാളിലും ഉണ്ടാകേണ്ടതായിരുന്നു, ഹരിയാനയിലും ഉണ്ടാകേണ്ടതായിരുന്നു. ഉത്തർപ്രദേശിലെ യാദവ വോട്ടുകളുമായിട്ട് ആ ജാതി സഖ്യം, ഒരു ജാതി സഖ്യമുണ്ടല്ലോ, യാദവന്മാരുമായിട്ടുള്ള സഖ്യം, ആ സഖ്യത്തിൻ്റെ ഒരു ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഉണർവ് മാത്രമേ കോൺഗ്രസ്സിന് ഉണ്ടായിട്ടുള്ളൂ. അത് അതുപോലെ ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ മുസ്ലിം വോട്ട് ബാങ്കും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇക്വേഷനാണ് അവിടെ വിജയിച്ചത്. അതെല്ലാം തിരിച്ച് ഫലപ്രദമായിട്ട് തിരിച്ചെടുക്കാൻ വേണ്ട തന്ത്രങ്ങൾ BJP ആവിഷ്കരിക്കുന്നതോടുകൂടി ഈ ജോഡോ എന്ന് പറയുന്നത് ഒരു ചോഡോ ആയിട്ട് മാറും. കോൺഗ്രസിനെ ചോഡോ എന്നുള്ള മുദ്രാവാക്യത്തിലേക്ക് പതുക്കെ മടങ്ങിക്കൊണ്ടിരിക്കുക. ജോഡോ എന്ന് പറയുന്നത് എന്താ, ഇന്ത്യ മുഴുവനൊന്നും ആരാ ചെയ്തിട്ടില്ലാത്ത? ഇന്ദിരാഗാന്ധി ചെയ്തിട്ടുണ്ട്, ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായിരുന്നു ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇന്ത്യ മുഴുവൻ, നമ്മുടെ PJ ജോസഫ് കേരളം മുഴുവൻ യാത്ര നടത്തി, KM മാണി യാത്ര നടത്തി, പിണറായി വിജയൻ യാത്ര നടത്തും. അതുപോലെ ഉള്ളൂ. ഇപ്പം തന്നെ നവകേരള സഭ എന്നും പറഞ്ഞൊരു യാത്ര നടത്തിയില്ലേ, അതുപോലെ ഉള്ളൂ. അതുകൊണ്ട് രക്ഷപ്പെടുമോ? അതുകൊണ്ടൊന്നും രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. ഇതിന് ഇത്ര വലിയ കാണിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഒരു തലവേദനയാണോ ഇപ്പോൾ കോൺഗ്രസിന് രാഹുൽ ഗാന്ധി ഇങ്ങനെ നിരന്തരം? രാഹുൽ ഗാന്ധി തലവേദന കോൺഗ്രസിന് മാത്രമല്ല ഘടകകക്ഷികൾക്കും. അവരെല്ലാം ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഉപചാരം ചൊല്ലി പിരിഞ്ഞു തുടങ്ങി. തൃണമൂൽ കോൺഗ്രസ്, ഇപ്പോൾ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ കഴിഞ്ഞ ദിവസം പോയിട്ട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി BJPക്കാരനെ പോയി കണ്ടു, ദേവേന്ദ്ര ഫഡ്നാവിസിനെ പോയി കണ്ടു. ഇയാളെ സഹിക്കാൻ വയ്യ കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് വഴിപിരിയുക. ഒമർ അബ്ദുള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിങ്ങൾ ഈ EVM-നെ കുറിച്ചുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചുള്ള ഈ ആരോപണങ്ങൾ നിർത്തണം. നിങ്ങളുടെ പാർട്ടി ജയിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, BJP ജയിക്കുമ്പോൾ കുഴപ്പമാണ്, ഈ വിട്ടിസം നിർത്തണമെന്ന് ഓരോരുത്തരായിട്ട് പറഞ്ഞു തുടങ്ങി. എന്നെങ്കിലും സംഭവിച്ചിട്ടുള്ള കാര്യമാണോ? അത് അവരുടെ സഖ്യത്തിൻ്റെ യോഗങ്ങളിൽ ഇങ്ങനെ പറയാം. ഇത് പരസ്യമായിട്ട് തന്നെ ജനങ്ങളോട് പറയുകയാണ്. ഇയാളെ സഹിക്കാൻ വയ്യാതായിരിക്കുന്നു. ഇതിപ്പോൾ ഇദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ വന്നത് സോണിയാഗാന്ധിയുടെ ആഗ്രഹമാണ്. അവർക്ക് പ്രധാനമന്ത്രിയാവാൻ പറ്റിയില്ല, തൻ്റെ മക്കളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കണം. അങ്ങനെ നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യം അനശ്വരമായിട്ട് തുടരണം. അതിന് ഒത്താശ ചെയ്യാൻ കിച്ചൺ ക്യാബിനറ്റ് കുറേ നേതാക്കൾ. അതാണ് ഇപ്പോൾ കോൺഗ്രസ്. അങ്ങനെയാണെങ്കിൽ ഈ യുവാവ് ഇനി പ്രധാനമന്ത്രിയാകുമോ? സാധ്യത വളരെ വളരെ കുറവാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവാൻ പറ്റത്തില്ല. അതിന് എക്സ്പീരിയൻസ് ഉണ്ടോ? ഏതെങ്കിലും സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായിട്ടുണ്ടോ, മന്ത്രിയായിരുന്നിട്ടുണ്ടോ? അഹങ്കാരം തലയ്ക്ക് പിടിച്ച മോദി പറഞ്ഞതുപോലെ തന്നെ മന്ത്രിസഭാ യോഗത്തിൽ തയ്യാറാക്കിയ നോട്ട് വലിച്ചു കീറുന്ന ധാർഷ്ട്യം കാണിച്ച കുരുത്തം കെട്ട അഹങ്കാരിയായിട്ടുള്ള 59-ാം വയസ്സിലും താൻ യുവാവാണെന്ന് പറഞ്ഞ് കാണിക്കുന്നതൊക്കെ ഒരുമാതിരി അഡ്വഞ്ചർ ടൂറിസം അല്ല. 2029 അദ്ദേഹമായിരിക്കും കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും വരും. കാരണം കോൺഗ്രസിന് വേറെ മാർഗങ്ങളൊന്നുമില്ല.
സ്തുതിപാഠകരായിട്ടിരിക്കുക. അവരുടെ ഓപ്ഷൻ അതാ. ബുദ്ധിയുള്ള എത്രയോ നേതാക്കന്മാർ വേറെയുണ്ട്. കോൺഗ്രസ് നമ്മൾ 2014 കണ്ടതുപോലെ തന്നെ പറയും, 59കാരനായ യുവാവിന് വേണ്ടി വോട്ട് ചെയ്യൂ, അവരാണ് ഭാവി പ്രധാനമന്ത്രി. അവരെ ഭാവി പ്രധാനമന്ത്രിയാക്കൂ. ജനങ്ങൾ പരിഹസിച്ച് തള്ളുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് പപ്പുവിനെയും വേണ്ട, പപ്പിയെയും വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് കരുത്തുറ്റ ഇന്ത്യയെ രക്ഷിക്കാൻ പ്രാപ്തിയുള്ള പ്രധാനമന്ത്രിയാണ്. അത് അവർ തിരഞ്ഞെടുത്തോളും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ.